പ്രതീക്ഷ, ഇത് കല്ലട വാസുദേവൻ റോഡ് എന്നാണ് ഈ റോഡിന് പറയുന്നത്. എന്തായാലും ആ മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. ഇതിലേ പോകുന്ന ആളുകളൊന്നും ആ പേര് നല്ല രീതിയിലാകില്ല ഓർക്കത്. ഈ വലിയ വലിയ ആളുകളുടെ പേരൊക്കെ റോഡിടും. നമ്മൾ നേരത്തെ ഒരു കലാഭവൻ മണി റോഡ് കണ്ടിരുന്നു. ആ മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരുന്നു അത്. ആ റോഡ് എത്ര കാലം അങ്ങനെ കിടന്നു. എന്തായാലും ഒടുവിൽ അത് നന്നായിട്ടുണ്ട്. ഈ വഴി നമ്മൾ ഒരു ബൈക്കിലൂടെ ഇതിൽ പോകുന്നതെന്ന് വെച്ചാൽ ഇതിലെ പോകുന്ന ആളുകളുടെ ദുരിതം എത്രത്തോളം ഉണ്ട് എന്ന് ആളുകൾ ാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വരുന്ന ആളുകളൊക്കെ വളരെ കഷ്ടപ്പെട്ട്. അതാണ് നേരത്തെ പറഞ്ഞത്. നേരെയുള്ളത് ജനറൽ ആശുപത്രിയാണ്. നല്ലപോലെ നോക്കി സൂക്ഷിച്ച് ഈ വഴി പോയില്ല എങ്കിൽ പനിയായിട്ട് ജനറൽ ആശുപത്രിയിലേക്ക് പോകാൻ വരുന്നതാണെങ്കിലും അവിടുത്തെ മോർച്ചറിയിലേക്ക് നേരെ കയറേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥയാണ്. തല്ലി അലച്ച് താഴെ വീഴും. ഇനി അങ്ങോട്ട് വല്ലതും ഒന്ന് മറിഞ്ഞു വീണാൽ ഒരു വലിയ കാനയാണ്. അതിൻ്റെ അടിയിലേക്കാണ് വീഴുന്നതെങ്കിൽ അവിടെ കുറച്ച് മണ്ണ് കൂടി ഇട്ടാൽ അതങ്ങ് മൂടാം. അത്രയും താഴ്ചയുള്ള കുഴിയാണ്. അപ്പോൾ അതാണ് അവസ്ഥ. ഇവിടുത്തെ ആളുകളുടെ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും വേഗത്തിൽ ജനറൽ ആശുപത്രിയിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് നിന്നും പോകാൻ കഴിയുന്ന ഒരു വഴിയാണ്. സ്റ്റെഫിനെ, വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഇത് ഓഫ് റോഡാണ് യഥാർത്ഥത്തിൽ. കാരണം അതീവ നമുക്കൊരു എന്താ പറയുന്നത്, ഹെൽമെറ്റൊക്കെ വെച്ച് വലിയ സുരക്ഷയൊക്കെ നോക്കി പോയില്ലെങ്കിൽ നമ്മളെപ്പം കുഴി വീഴുമെന്ന് ചോദിച്ചാൽ മതി. കാരണം ഇതുവഴി പോകുന്ന ആളുകളുടെയൊക്കെ ഒരു ഗതികേടിനെ പറ്റിയാണ് യഥാർത്ഥത്തിൽ ആലോചിക്കുന്നത്. ഒരു ചേട്ടൻ കൂടി ഉണ്ട്. ഒരു സെക്കൻഡ് ചേട്ടാ, എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ച് വന്നിട്ട്? ഭയങ്കര പാടാണ്. കുറേ നാളായി ഇത് സ്ഥിരം പോകുന്ന ആളാണ്? സ്ഥിരം പോകുന്ന ആളുകളുടെ വഴിയായതുകൊണ്ട് തന്നെ ഈ ജനറൽ ആശുപത്രിയിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ പാളയത്തേക്കൊക്കെ വരാനുള്ള പ്രധാന വഴിയായതുകൊണ്ട് തന്നെ ഒരുപാട് വാർത്ത ആളുകളിലേക്ക് എത്തിക്കുകയാണ്, അവിടുത്തെ അവസ്ഥയൊക്കെ എത്തിക്കുകയാണ്. നിങ്ങളുടെ സുരക്ഷ കൂടി നോക്കണം. സ്റ്റെഫിനും അമലും വാഹനത്തിലാണ്. അത്രമേൽ പടുകുഴിയാണ്. ഞാനും നിലയ്ക്ക് ഇത് അനുഭവിച്ചാണ് അതുവഴിയുള്ള യാത്ര. അതുകൊണ്ടാണ് പരിതാപകരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആളുകൾ ഇതൊക്കെ ഈ ബുദ്ധിമുട്ട് ആരോടാണ് പറയുന്നത്? അവർക്കൊക്കെ അറിയത്തില്ലായിരിക്കും ഒരു പക്ഷേ. കാരണം സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. സെക്രട്ടേറിയറ്റിലോട്ട് കയറി പോയി പറയാൻ കഴിയില്ല. അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ആരെയാണ് അവർ അറിയിക്കുന്നത്? എന്തെങ്കിലും ഉറപ്പ്, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഇത്ര നാൾ കൂടി നിങ്ങൾ സഹിച്ചാൽ മതി, അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് ആരെങ്കിലും നൽകുന്നുണ്ടോ? മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടില്ലേ, അതായത് 4 മാസം കൂടെ ഈ റോഡ് പണിയൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നാട്ടുകാർ സഹിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് എത്ര നാൾ നീളും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം ഏറ്റവും ഉയരുന്ന ആശങ്ക എന്ന് പറയുന്നത്, ഒരു റോഡ് പണി പൂർത്തിയാക്കിയതിന് ശേഷം മറ്റൊരു റോഡ് പണിഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പം നമ്മുടെ ഓഫീസിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാച്യൂലേക്ക് വരുമ്പോഴുള്ള ഗതികേടൊന്ന് ആലോചിച്ച് നോക്കി. ഉപ്പളം റോഡിൻ്റെ അവിടെ കുഴിച്ചിട്ടിരിക്കുന്നു. തമ്പാനു ഭാഗത്തേക്ക് പോകണമെങ്കിൽ ആ റോഡ് കുഴിച്ചിട്ടിരിക്കുന്നു. ശേഷം നമ്മൾ ഈ സ്റ്റാച്യു ഭാഗത്തേക്ക്, ജനറൽ ആശുപത്രി ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ജനറൽ ആശുപത്രിയുടെ മുമ്പിൽ കുഴി. നമ്മുടെ വഞ്ചൂരിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് വരുന്ന റോഡ്. സ്റ്റെഫിനെ, ഇതൊരു അത്യാവശ്യം കുഴപ്പമില്ല, അതൊരു മോളാണ്. വെറൈറ്റി മോൾ എന്നാണ് ഇതിൻ്റെ പേര്. വെറൈറ്റി മാളിലേക്കൊക്കെ ആരെങ്കിലും ഈ വഴി കടന്ന് ഇവിടേക്ക് വരും? ആ കടയിലൊക്കെ വല്ലോ കച്ചവടം നടക്കുന്നുണ്ടോ? വെറൈറ്റി ആയിട്ട് ഈ വെറൈറ്റി മാളിലേക്ക് വരേണ്ടവർക്ക് ഈ വെറൈറ്റി റോഡ് തിരഞ്ഞെടുക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ. അതോടൊപ്പം തന്നെ ഇത് കണ്ടില്ലേ, ഈ കാഴ്ച, ഈ ഭാഗത്തേക്ക് ഒരുപാട് വീടുകളുണ്ട്. അവിടേക്കൊക്കെ പോകുന്ന ആൾക്കാരുടെ ഒരു ഗതികേട് നോക്കിയേ. എളുപ്പത്തിൽ ഇങ്ങനെ പോവാം, പക്ഷേ ഒരുപാട് കറങ്ങി പോകേണ്ട ഒരു ഗതികേടിലാണ് ഈ. നമ്മൾ കഴിഞ്ഞ ദിവസം തൈക്കാട് ഒരു വീട്ടിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. ആ വീട്ടിലെ പ്രതീക്ഷ, അവരാണെങ്കിൽ എറണാകുളം വരെ പോയതായിരുന്നു വീടടച്ചിട്ട്. അവർ തിരിച്ചു വന്നത് പിറ്റേ ദിവസമാണ്. അവർ വണ്ടി വീടിനകത്തായിരുന്നു. 2 കാറുണ്ട്. 2 കാർ പോർച്ച് കിടക്കുക. ഇനി അത് ഇറക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു 4 മാസമെങ്കിലും എടുക്കും. വേറൊരു നമുക്ക് പറയുമ്പോൾ പറയാം, പക്ഷെ വളരെ കഷ്ടമാണെന്ന് അത്. അവരുടെ വണ്ടി അകത്ത് കിടക്കുകയാണ്. നിങ്ങൾക്ക് ചിരിക്കാം, പക്ഷേ അനുഭവിക്കുന്നതിൻ്റെ അവസ്ഥ അത് തമാശ രൂപത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല.